വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് ഒരു വൃദ്ധയായ മാതാവിനെ ഖിദ്മത്ത് കൊടുത്ത മകന് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാമും അള്ളാഹുവും സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരായിരിക്കും? നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഒരു ഗ്രാമവാസിയായ ഇറച്ചി വെട്ടുകാരനാണ്. അള്ളാഹു പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പ്രസ്തുത ഗ്രാമത്തിലേക്ക് യാത്രയായി. മലകളും തോടുകളും കുന്നുകളും കടന്ന് പ്രസ്തുത ഗ്രാമത്തിലെത്തി അന്വേഷിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അന്വേഷിച്ചു വരാൻ മാത്രം സ്വാലിഹായ ഒരു ഇറച്ചി വെട്ടുകാരൻ ആ ഗ്രാമത്തിലില്ല എന്നായിരുന്നു മൂസാ നബി അലൈഹിസ്സലാമിന് കിട്ടിയ മറുപടി. മൂസാ നബി അലൈഹിസ്സലാം യാത്ര തുടർന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ഒരു ഇറച്ചി വെട്ടുകാരനെ കണ്ടുപിടിച്ചു. ഇതായിരിക്കില്ല എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന് കരുതി അല്പം മാറി നിന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അല്പം മുമ്പോട്ടേക്ക് വന്നിരുന്നു. ആ മനുഷ്യൻ എല്ലാവർക്കും ഇറച്ചി വെട്ടി നൽകുന്നു. അവസാനം അല്പം ഇറച്ചി മാത്രം ബാക്കി വെച്ചതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, താങ്കൾ ആരാണ്? ഞാനൊരു യാത്രക്കാരനാണ്. താങ്കൾ എന്തിനാണ് വന്നത്? ഞാൻ വെറുതെ വന്നതാണ്. താങ്കൾ എവിടെ നിന്ന് വരുന്നു? ഞാൻ മിസ്രിൽ നിന്നും വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പോകാൻ പ്രാപിച്ചപ്പോൾ അയാൾ പറഞ്ഞു, താങ്കൾ പോകരുതേ, താങ്കൾ ഇന്നത്തെ എന്റെ അതിഥിയാണ്. അങ്ങനെ അവർ രണ്ടുപേരും യാത്ര തുടർന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവർ ഒരു അടഞ്ഞു കിടന്ന വീടിന് മുമ്പിലെത്തി. ആ മനുഷ്യൻ ആ വീടിന്റെ വാതിൽ തള്ളി തുറന്നു. അതിനുശേഷം മൂസാ നബി അലൈഹിസ്സലാമിനെ സ്വീകരിച്ച് അണിയിച്ചിരുത്തി. അയാൾ കൊണ്ടുവന്ന ഇറച്ചി അടുക്കളയിലേക്ക് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വേവിച്ചു. അതിനുശേഷം മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ കൊണ്ടുകൊടുത്തു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നീയല്ലാതെ മറ്റാരും ഈ വീട്ടിലില്ലേ? ഉണ്ട് എന്ന മറുപടിയുമായ അയാൾ വീണ്ടും അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് ഒരു വൃദ്ധയായ മാതാവിനെ താങ്ങിക്കൊണ്ടത് ആ മനുഷ്യൻ വരുന്നു. ആ മാതാവിനെ ഒരു കസാരയിലേക്ക് ഇരുത്തി. അതിനുശേഷം ഒരു പിഞ്ചു കുഞ്ഞിന് എങ്ങനെയാണ് ഒരു മാതാവ് ഭക്ഷണം നൽകുന്നത് അതുപോലെ ആ മകൻ ആ മാതാവിന് ഭക്ഷണം നൽകി. അതിനുശേഷം ആ മാതാവ് കിടന്ന സ്ഥലത്തുള്ള വിസർജ വസ്തുക്കളെല്ലാം നീക്കി മാതാവിനെ കുളിപ്പിച്ചു, പുതുവസ്ത്രം അണിച്ചു. അതിനുശേഷം അയാൾ പുറത്തേക്ക് പോയി. എപ്പോഴും ആ മാതാവിന്റെ ആചരണങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശ്രദ്ധിച്ച മൂസാ നബി അലൈഹിസ്സലാം അത് ശ്രദ്ധിച്ചു നോക്കി. എന്താണ് ആ മാതാവ് പറയുന്നതെന്ന് അറിയാമോ? എന്റെ ശോധനാവസ്ഥയിലും എന്നെ സംരക്ഷിക്കുന്ന എന്റെ മകനെ നീ സ്വർഗത്തിൽ പ്രവാചകനായ മൂസാ നബിയോടൊപ്പം ആക്കണമേ. അത് കേട്ട മൂസാ നബി അലൈഹിസ്സലാം സന്തോഷഭരിതനാണ്. മൂസാ നബി അലൈഹിസ്സലാം അയാളെ അടുക്കളയിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിയാമോ? അനക്കലിമുഖായി മൂസ, ഞാനാണ് പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം. അത് കേട്ട അയാൾ സന്തോഷഭരിതനായി. അയാൾ മൂസാ നബി അലൈഹിസ്സലാമിനെ ആലിംഗനം ചെയ്ത് സലാം പറഞ്ഞു മടങ്ങി. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് അറിയാമോ? നമ്മുടെ മാതാപിതാക്കൾക്ക് ധാരാളം ഖിദ്മത്ത് കൊടുക്കുക. അവരുടെ ദുആ അല്ലാഹു വേഗം സ്വീകരിക്കും. മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും കിട്ടിയ കുട്ടികളിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു